ഗീതാ ഗോവിന്ദത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിൻ നല്ല സന്തോഷത്തിലാണ് ഗോവിന്ദൻ്റെ പരിചരണത്തിൽ. അതുപോലെ തന്നെ ഗീതുവിന് ശരിക്കും ഗോവിന്ദനോട് പ്രണയമൊക്കെ തോന്നുന്നുണ്ട്. ഗീതുവിന് ഭക്ഷണം വാരി കൊടുക്കുന്നത് എടുത്തു കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നു. ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഗീതുവിന് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഈ ഗോവിന്ദ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എൻ്റെ പ്രണയമല്ല, എൻ്റെ പരിചരണമാണെന്ന്. പക്ഷേ സത്യത്തിൽ അതല്ല, പ്രണയം തന്നെയെന്നുള്ള കാര്യം ഗീതുവിന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് ഗീതുവിനെ കുറിച്ച് വളരെ മോശമായി നമ്മുടെ അവർണികനോട് കിഷോർ പറയുന്നുണ്ട്. നാട്ടിലൊരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സ്നേഹിച്ച് വഞ്ചിച്ച് വലിയ കാശുള്ള ഒരാളെ കൂടെ പോയാണ്, അയാളെ തേച്ചതാണ് നിൻ്റെ ഈ ഗീതു മാഡം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഗീതു അങ്ങനെയാണോ എന്നുള്ള കാര്യം അവർണിക ചോദിക്കുന്നുണ്ട്. ഗീതുവിനോട് നേരിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മുടെ കിഷോറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ കിഷോർ കുഴിച്ച കുഴിയിൽ കിഷോർ തന്നെ വീഴുന്നുണ്ട്. കാരണം ഗീതു എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തയ്യാറാവല്ല. ഗീതു സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. എന്തായാലും ഗീതുവിനെ ചതിച്ചാൽ കിഷോർ എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ കിഷോറിൻ്റെ അവസ്ഥ ഇനി അതോ ഗതിയാണ്. എന്തായാലും കിഷോറിനെ ഇനി ശരിക്കിട്ട് വട്ട് കളിപ്പിക്കുകയും വെള്ളം കുടിക്കുകയും വെറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർണിക. ഇപ്പം തന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് തന്നെ ഗീതു സത്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ തന്നെ അവർണിക പൊട്ടിത്തെറിക്കുന്നുണ്ട്. കിഷോറിനോട് അങ്ങനെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നീട് അറയ്ക്കൽ തന്നെയാണ് കാണിക്കുന്നത്. അറയ്ക്കൽ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും അടുത്ത ആഴ്ചയിലത്തെ ഭാഗത്തിൽ എന്തായാലും സമയമാറ്റമില്ലാന്ന് നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്. സത്യമാണോ എന്നറിയില്ല. 11-ാം തീയതി തുടങ്ങി 2:30 പറഞ്ഞിരുന്നത്. എന്തായാലും 7:30 തന്നെയെന്നാണ് ഗോവിന്ദേട്ടൻ പറയുന്നത്. അറിയില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.